ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. നേതൃത്വ സ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്ത് കരം എനിക്കും ബർന്നബാസിനും നീട്ടിത്തന്നു. അങ്ങനെ വിജാതിയരുടെ അടുത്തേക്ക് ഞങ്ങളും പരിച്ഛേദിതരുടെ അടുത്തേക്ക് അവരും പോകുവാൻ തീരുമാനമായി. പാവങ്ങളെപ്പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താൽപ്പര്യം. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, പാവങ്ങളെപ്പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താൽപ്പര്യം. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമുക്ക് കാണാവുന്ന ഒരു വലിയൊരു സത്യം, പാവങ്ങളോട് പക്ഷം ചേരുന്ന ഒരു ദൈവം. ഇസ്രായേലിൻ്റെ ദൈവം എന്ന് പറയുന്നത് പാവങ്ങളോട് പക്ഷം ചേരുന്ന ഒരു ദൈവമാണെന്ന് നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഈ ഭൂമിയിൽ കടന്നു വന്ന ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായ യേശുക്രിസ്തുവും പാവങ്ങളോട് പക്ഷം ചേരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സഭ എന്ന് പറയുന്നത് പാവങ്ങളോട് പക്ഷം ചേരുന്നവളാണ്. സഭയുടെ ഒരു മുഖമുദ്ര തന്നെ പാവങ്ങളോട് പ്രത്യേക പരിഗണനയും അലിവും സ്നേഹവും കരുതലും പ്രകടിപ്പിക്കുന്നതാണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 10-11 വചനങ്ങൾ ഇപ്രകാരമാണ്: നീ നിൻ്റെ വയലിൽ 6 വർഷം വിതച്ച് വിളവെടുത്തുകൊള്ളുക. 7-ാം വർഷം അത് വിതയ്ക്കരുതെന്ന് വെറുതെ കിടക്കട്ടെ. നിൻ്റെ ജനത്തിലെ ദരിദ്രർ അതിൽ നിന്ന് ഭക്ഷ്യം ശേഖരിക്കട്ടെ. പിന്നെയും അവശേഷിക്കുന്നത് വന്യമൃഗങ്ങൾ തിന്നുകൊള്ളട്ടെ. മുന്തിരിത്തോട്ടവും ഒലിവുതോട്ടവും സംബന്ധിച്ചും ഇപ്രകാരം തന്നെയാണ്. വീണ്ടും ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 9-10 വചനങ്ങൾ ഇപ്രകാരമാണ്: നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിൻ്റെ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത്. കൊയ്ത്തിന് ശേഷം കാല പെറുക്കുകയും അരുത്. മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്തും പറിക്കരുത്. വീണ് കിടക്കുന്ന പഴം പെറുക്കിയെടുക്കുകയും അരുത്. പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കിവയ്ക്കുക. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു സത്യം, അനുദിന ജീവിതത്തിൽ പാവങ്ങളോട് ഒരു കരുതൽ ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പറയുകയാണ്. വീണ്ടും തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തിന് അനുദിന ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട നിയമങ്ങൾ കൊടുത്ത കൂട്ടത്തിൽ നിയമാവർത്തന പുസ്തകത്തിലൊക്കെ പറയുന്ന വചനഭാഗങ്ങൾ നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 7-8 വചനങ്ങൾ ഇപ്രകാരമാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തും പട്ടണങ്ങളിൽ ഏതെങ്കിലും ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നീ നിൻ്റെ ഹൃദയം കഠിനമാക്കുകയോ അവന് സഹായം നിരസിക്കുകയോ അരുത്. അവന് ആവശ്യമുള്ളത് എന്തു തന്നെയായാലും ഉദാരമായി വായ്പ കൊടുക്കണം. ദരിദ്രരോട് പുലർത്തേണ്ട ഒരു സമീപനമാണ്. വിശ്വാസ ജീവിതത്തിൽ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ദേവാലയത്തിനും അതുപോലെ തന്നെ സുവിശേഷ വേലയ്ക്കുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. നിൻ്റെ അനുദിന ജീവിതത്തിലെ മനോഭാവങ്ങളിൽ പാവപ്പെട്ടവരോടുള്ള സമീപനം എപ്രകാരമാണ് എന്ന് ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. നിയമാവർത്തന പുസ്തകത്തിൽ വീണ്ടും നമ്മൾ കാണുന്നു 14-ാം അധ്യായം 29 വചനം പഠിപ്പിക്കുകയാണ്: അപ്പോൾ നിങ്ങൾ ദൈവമായ കർത്താവ് എല്ലാ പ്രവൃത്തികളിലും നിൻ്റെ ദൈവമായ കർത്താവ് എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. തുടർന്ന് വചനം പറയുകയാണ്, നിയമാവർത്തന പുസ്തകം 24:19 മുതലുള്ള വചനങ്ങളിൽ, 24-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ, ഒലിവ് മരത്തിൻ്റെ ഫലം തല്ലി കൊഴിക്കുമ്പോൾ കൊമ്പുകളിൽ ശേഖരിക്കുന്നത് പറിക്കരുത്. അത് പരദേശിക്കും വിധവയ്ക്കും അനാഥനുമുള്ളതാണ്. മുന്തിരിത്തോട്ടത്തിലെ പഴം ശേഖരിക്കുമ്പോൾ കാല പെറുക്കരുത്. അത് പരദേശിക്കും അനാഥർക്കും വിധവകൾക്കുമുള്ളതാണ്. നോക്കണം ദൈവത്തിൻ്റെ കരുതൽ.
സമ്പത്തിൻ്റെ തലങ്ങളിൽ ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്നും പാവങ്ങളെ കരുതി അവരെ സ്നേഹിക്കുവാനും അവർക്ക് അർഹമായത് കൊടുക്കുവാനും കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും കടന്നു വരുന്നതെന്ന് വചനം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിയമാവർത്തന പുസ്തകത്തിലെ 15-ാം അധ്യായം 11-ാം വാക്യം ഇപ്രകാരമാണ്: ഭൂമിയിൽ ദരിദ്രരെന്നും ഉണ്ടായിരിക്കും. ആകയാൽ നിൻ്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിൻ്റെ സഹോദരന് വേണ്ടി കൈ അയച്ചു കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണ്, വചനത്തിന് മാറ്റമില്ല. ആകാശവും ഭൂമിയും ഈ നിലനിൽക്കുന്നിടത്തോളം കാലം എൻ്റെ വചനത്തിന് മാറ്റമില്ല എന്ന് പറഞ്ഞ കർത്താവ് പറയുകയാണ്, ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയാണ് ദൈവം ഭൂമിയിൽ ദരിദ്രരെ നിലനിർത്തുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തണം. അതല്ലാതെ ദൈവം എന്തിനാണ് മറ്റുള്ളവരെ ദാരിദ്ര്യത്തിൽ നിർത്തിയിരിക്കുന്നതെന്നൊക്കെ സമ്പന്നർ ചോദിച്ച് അവർ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്യാതെ ദൈവത്തെ പഴി പറഞ്ഞു പോവുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ മനസ്സറിയാത്തത് കൊണ്ടാണ്. ദൈവം ഈ ഭൂമിയിൽ ദരിദ്രരെ നിലനിർത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ അവരെ നമ്മൾ പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനും അതിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും വേണ്ടിയാണ്. ഒരനുഗ്രഹം ദൈവം നമ്മളിൽ നിറയ്ക്കുമ്പോൾ അത് ആ അനുഗ്രഹം പങ്കുപറ്റുവാനായിട്ടുള്ള ഏതെങ്കിലും ഒരു ദാരിദ്ര്യ തലത്തിൽ നിൽക്കുന്ന വ്യക്തികളെയും ഈ ഭൂമിയിൽ ദൈവം നിലനിർത്തുന്നുണ്ട്. അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. ആഘോഷങ്ങളുടെ പേരിൽ ദരിദ്രരെ ഞെരുക്കുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ അനുദിന ജീവിതത്തിൽ ദരിദ്രർക്ക് കൊടുക്കേണ്ട പരിഗണനയും പരിചരണവും സ്നേഹവും കൊടുക്കാതെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലും ദൈവം പ്രവാചകന്മാരിലൂടെ ഈ വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, പാപങ്ങളെ വളരെ വിലയുള്ളവരായി കരുതി അവരെ പരിചരിക്കുക, സ്നേഹിക്കുക, അവരെ തള്ളിക്കളയരുത്. ആരാധന അനുഷ്ഠാനങ്ങളിൽ, നമ്മുടെ അനുദിന പ്രാർത്ഥനാ കൂട്ടായ്മകളിലൊക്കെ നമ്മൾ പാവങ്ങളെ ഞെരുക്കുവാൻ തക്കവിധമുള്ള നിലപാടുകൾ എടുക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. പ്രവാചകന്മാരിലൂടെ ദൈവം പല ആവർത്തി ഇസ്രായേൽ ജനത്തിന് ഈ തെറ്റ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ദൈവം ഇസ്രായേൽ ജനത്തിന് മോശയിലൂടെ കൊടുത്ത കൽപ്പനകളാണ് അനാഥരോടും വിധവകളോടും പാവങ്ങളോടും പ്രത്യേക പരിഗണന പ്രദർശിപ്പിക്കണമെന്ന്. എന്നാൽ ഈ ജനം എന്താണ്, തങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, തങ്ങൾക്ക് കിട്ടിയ കഴിവുകൾ അത് പാവങ്ങളെ വിസ്മരിച്ച് ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടും ദൈവാരാധനയുടെ പേരിൽ ദൈവത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള അഹങ്കരിച്ച് ജീവിക്കുമ്പോൾ ദൈവം പ്രവാചകന്മാരിലൂടെ അവരുടെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഇപ്രകാരമാണ്: ദരിദ്രനെ ചവിട്ടി അരയ്ക്കുകയും അവനിൽ നിന്ന് അന്യായമായി ഗോതമ്പ് ഈടാക്കുകയും ചെയ്തത് നിങ്ങൾ ചെത്തിയൊരുക്കിയ കല്ലുകൊണ്ട് മാളിക പണിയുന്നു, എന്നാൽ നിങ്ങൾ അതിൽ വസിക്കുകയില്ല. മനോജ്ഞമായ മുന്തിരിത്തോപ്പുകൾ നിങ്ങൾ നട്ടുവളർത്തുന്നു, എന്നാൽ അതിലെ വീഞ്ഞ് നിങ്ങൾ കുടിക്കുകയില്ല. നിങ്ങളുടെ അതിക്രമങ്ങൾ എത്രയെന്ന് നിങ്ങളുടെ പാവങ്ങൾ എത്ര ഗൗരവമേറിയതെന്നും എനിക്കറിയാം. നിങ്ങൾ നീതിമാന്മാരെ പീഡിപ്പിക്കുകയും കോഴ വാങ്ങുകയും നിരാലംബർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു. ആമോസ് പ്രവാചകനിലൂടെ ദൈവം ഈ കാലഘട്ടത്തിൽ നൽകുന്ന ഒരു വചനമാണ്: ദരിദ്രനെ ചവിട്ടി അരയ്ക്കുകയും അവനിൽ നിന്ന് അന്യായമായി ഗോതമ്പ് ഈടാക്കുകയും ചെയ്യുന്ന നിങ്ങൾ ചെത്തിയൊരുക്കിയ കല്ലുകൊണ്ട് മാളിക പണിയുന്നു, എന്നാൽ നിങ്ങൾ അതിൽ വസിക്കില്ല. പ്രിയമുള്ളവരെ, ദരിദ്രരെ വിസ്മരിച്ച്, പാവപ്പെട്ടവരെ വിസ്മരിച്ച് നമ്മൾ നേടിയെടുക്കുന്നതും കെട്ടിപ്പൊക്കുന്നതുമൊക്കെ അനുഭവിക്കുവാൻ കഴിയാത്ത വിധം തരിപ്പണമായി മാറുന്ന കാലഘട്ടം നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ടും ഇന്ന് മനുഷ്യൻ ഭൗതികതയ്ക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവരെ ഞെരുക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം 6 ദരിദ്രരെ വെള്ളിക്കും നിരാലംബരെ ഒരു ജോഡി ചെരുപ്പിനും വിലയ്ക്ക് വാങ്ങേണ്ടതിന് പതിര് വിറ്റഴിക്കേണ്ടതിനും സാപത്ത് കഴിയുന്നത് എപ്പോൾ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. പ്രവാചകനിലൂടെ ചോദിക്കുകയാണ്, സാപത്ത് കഴിയുന്നത് എപ്പോഴെന്ന് നിങ്ങൾ ചോദിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദരിദ്രരെ ഞെരുക്കുവാനും നിരാരംഭരായിട്ടുള്ള മനുഷ്യരെ ഒരു ജോഡി ചെരുപ്പിന് വിൽക്കുവാനുമായിട്ട് നിങ്ങൾ അനീതി പ്രവർത്തിക്കുവാൻ സാപത്ത് തീരുന്നത് എപ്പോഴെന്ന് ചോദിക്കുകയാണ്. സക്രിയ പ്രവാചകനിലൂടെയും ദൈവം ഈ അനാഥരോടും വിധവകളോടും എടുക്കേണ്ട നിലപാട്, അവർക്കെതിരെ ചെയ്യുന്ന തെറ്റ് ദൈവത്തോട് തന്നെ ചെയ്യുന്ന തെറ്റാണെന്നൊക്കെ ദൈവം ശക്തമായ ഭാഷയിൽ പഠിപ്പിക്കുന്നുണ്ട്. സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വചനഭാഗം നമുക്കൊന്ന് ശ്രവിക്കാം. വിധവയെയും അനാഥരെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങളിൽ ആരും തൻ്റെ സഹോദരനെതിരെ തിന്മ നിരൂപിക്കരുത്. എന്നാൽ അവർ കൂട്ടാക്കിയില്ല. കേൾക്കാതിരിക്കുവാൻ ദുഷാഢ്യത്തോടെ ചെവി അടച്ചു കളഞ്ഞു. അവർ ഹൃദയം കഠിനമാക്കി. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ക്രോധം അവരുടെ മേൽ പതിച്ചു. പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തിൽ പാവപ്പെട്ടവരോടും
ബലഹീനരോടും പീഡിതരോടും നമ്മൾ അനുകമ്പയോടെ കരുതലോടെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ദൈവാനുഗ്രഹം നമ്മൾ അടച്ചു കളയുന്നവരായിട്ട് മാറുമെന്നാണ് വചനം പഠിപ്പിക്കുക. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബത്തിലെ ദാരിദ്ര്യ അവസ്ഥയിൽ കിടക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് വന്നു. അദ്ദേഹം പറഞ്ഞ ഇതാണ്: അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വലിയ സമ്പത്തുണ്ടായിരുന്നു, വലിയ സാമ്പത്തിക ഉന്നതിയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. പക്ഷേ ഈ സമ്പത്ത്, ദൈവം കൊടുത്ത സമ്പത്തിനെ അവർ ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ തയ്യാറായില്ല. അവരുടെ കീഴിൽ ഒത്തിരി പാവപ്പെട്ട ജോലിക്കാരുണ്ടായിരുന്നു. ഈ ജോലിക്കാർക്ക് കൊടുക്കേണ്ട അർഹമായ വേതനം, അർഹമായ പരിചരണം ഒന്നും കൊടുക്കാതെ ഈ വേലക്കാരെ പണിയെടുപ്പിച്ച് ഇവർ സമ്പാദ്യം കൂട്ടിക്കൊണ്ടിരുന്നു. ദരിദ്രരെ വിസ്മരിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട അർഹതപ്പെട്ട നീതിയും ന്യായവും കൊടുക്കാതെ സമ്പത്ത് വർദ്ധിപ്പിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ഒരു തലമുറ കഴിഞ്ഞു, വീണ്ടും അടുത്ത തലമുറ ആയിക്കഴിഞ്ഞപ്പോൾ സമ്പാദ്യം ഇങ്ങനെ ചോർന്ന് പോകാനായിട്ട് തുടങ്ങി. സമ്പാദിച്ച് കെട്ടിപ്പൊക്കിയതും കെട്ടിവെച്ചതുമൊക്കെ അവർ ചിതൽ അരിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവർ തകർന്ന് തരിപ്പണമായി മാറി. അപ്പോഴാണ് അവരുടെ കുടുംബ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ തിരിച്ചറിയുകയാണ്, തങ്ങളുടെ പൂർവികർ പാവപ്പെട്ടവരോടെടുത്ത നിഷേധാത്മകമായ അനീതിപരമായ നിലപാടുകളാണ് തങ്ങളുടെ ഈ തലമുറ ഈ ഒരു തകർച്ചയിലേക്ക് എത്തിച്ചേരാൻ കാരണമായതെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, നന്മകൾ അത് അർഹതപ്പെട്ടവർക്ക് നിഷേധിക്കാതെ കൊടുക്കുവാൻ കൂടി കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതവും നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കുന്നത്. ലൂക്കയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു 3-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, രണ്ടുടപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുകയാണ്, കാരണം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉള്ളത് പങ്കുവയ്ക്കുന്നവരായിട്ട് മാറണം. ലൂക്കയുടെ സുവിശേഷം 14-ാം അധ്യായം 13 പറയുകയാണ്, ഈശോ തന്നെ പറയുകയാണ്, എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. കാരണം എന്താണ്? അവർക്ക് തിരിച്ചു തരാൻ കഴിയുകയില്ല. തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നീ കൊടുക്കുമ്പോൾ നിനക്ക് തിരിച്ചു തരാൻ കഴിയാത്ത പാവപ്പെട്ടവരെ നോക്കി അവരെ സ്നേഹിച്ച് അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നീ അനുഗ്രഹം പ്രാപിക്കുകയാണ്. ദൈവം ഈ ഭൂമിയിൽ ദരിദ്രരെ നിലനിർത്തിയിരിക്കുന്നത് നിന്നെയും കണ്ടുകൊണ്ടാണ്. കാരണം നീ അവരിലൂടെ നീ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ദൈവം നിനക്ക് അനുഗ്രഹങ്ങൾ, സമ്പത്ത് തന്നിരിക്കുന്ന അവർക്ക് പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണെന്ന് തിരിച്ചറിയണം. ലൂക്കയുടെ സുവിശേഷത്തിൽ വീണ്ടും 21-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദേവാലയ ഭണ്ഡാരത്തിൽ അനേകർ അവരുടെ സമ്പാദ്യത്തിൻ്റെ ആ ഭാഗമൊക്കെ കൊണ്ട് ദേവാലയത്തിൽ ദശാംശമായിട്ട് അവർ കൊണ്ടിടുകയാണ്. പക്ഷേ ഒരു ദരിദ്രയായ വിധവ, അവൾക്ക് ഉള്ള ആ 2 ചെമ്പ് തൊട്ടുകളുമായിട്ട് അവൾ ദേവാലയത്തിൽ വന്ന് അതിടുമ്പോൾ ഈശോ അവളെ മഹത്വപ്പെടുത്തുകയാണ്. കാരണം ഈ ദരിദ്രയായ വിധവ അവളുടെ ദാരിദ്ര്യത്തിൻ്റെ ആ വേദനയിൽ നിന്നുകൊണ്ടും അവൾ ഇത് ചെയ്തു. ഇവളാണ് ഏറ്റവും കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ദരിദ്രരോട് പക്ഷം ചേരുകയാണ്. സമ്പന്നരൊക്കെ അവരുടെ സമ്പത്തിൽ നിന്ന് അധികമുള്ളതിൽ നിന്ന് കുറച്ചുകൊണ്ട്, കാരണം അത് മുറിക്കപ്പെടുന്നില്ല. മദർ തെരേസ പറയുകയില്ല, നീ കൊടുക്കുമ്പോൾ നിനക്ക് മുറിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് കടന്നു പോകണം. വിശുദ്ധയായ മദർ തെരേസയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ അമ്മ ദരിദ്രരോട് കാട്ടിയ കരുതലും സ്നേഹവും എന്തുവേണ്ടിയാണ്? കാരണം മുറിച്ചു കൊടുക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത്. പാവപ്പെട്ടവരോട് കരുതൽ കാണിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി ദൈവത്തെ അറിഞ്ഞ, യേശുവിനെ അറിഞ്ഞ വിശ്വാസികളായിട്ട് മാറുന്നത്. മദർ തെരേസ പറയുകയാണ്, കാരണം മറ്റുള്ളവർക്ക് നിനക്ക് കൊടുക്കുമ്പോൾ നിനക്ക് മുറിവിൻ്റെ ഒരു അനുഭവം ഉണ്ടാകണം. അതല്ലാതെ ഉള്ളതിൽ നിന്ന് ഒരു ചെറിയത് കൊടുത്തിട്ട് ഞാൻ എല്ലാം കൊടുത്തു എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് ജീവിക്കുന്ന വ്യക്തിയായിട്ട് മാറരുത്. കൊടുക്കുമ്പോഴും തുറന്നു കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സ്, നിരുപാധികം കൊടുക്കുവാനായിട്ടുള്ളൊരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ച ആ വ്യക്തിത്വത്തിലും അദ്ദേഹം പറയുന്നൊരു വാക്യമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 35-ാം വചനം, ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കുവാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട്. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞ കർത്താവായ യേശുവിൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു. പൗലോസ്ലീഹ പറയുകയാണ് അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 35. കാരണം പൗലോസ് ഒരു മാതൃക കൊടുക്കുകയാണ്. എങ്ങനെയാണ് മാതൃക? ഈ
കൂടാര നിർമ്മാണ പ്രവർത്തികളിൽ വ്യാപൃതനായിരുന്ന പൗലോസ്ലീഹ കൂടാരം കെട്ടുവാനും ഇതിനൊക്കെ ജോലി ചെയ്ത് അധ്വാനിച്ച് കിട്ടിയ പൈസ സമ്പാദ്യമൊക്കെ പൗലോസ്ലീഹ സ്വന്തം കാര്യത്തിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി മാത്രമല്ല ഉപയോഗിച്ചത്, മറിച്ച് ആ സമ്പാദ്യം വെച്ച് പാവപ്പെട്ടവരെ കൂടെ സഹായിക്കുവാനായിട്ടുള്ളൊരു മനസ്സ് കാട്ടി അത് മാതൃക കൊടുത്തിട്ട് പൗലോസ്ലീഹ പറയാണ്, ഞാനിത് കാണിച്ചത് എന്തിനാണ്? കാരണം കർത്താവായ ഈശോ പറഞ്ഞിട്ടുണ്ട്, സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം. കാരണം കർത്താവിൻ്റെ വാക്കുകളെ അനുസ്മരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രകാരം ചെയ്തത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബലഹീനരെ സഹായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് സാക്ഷ്യം കൊടുക്കുകയാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 2-ാം അധ്യായം 15, 16, 17 വചനങ്ങളിൽ യാക്കോബ് ശ്ലീഹ പറയുകയാണ്, ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പ്രിയമുള്ളവരെ, സുവിശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ട് സുവിശേഷമാകാനായിട്ട് സാധിക്കണം. പാവപ്പെട്ടവരോട് നമ്മൾ എടുക്കുന്ന നിലപാടുകൾ സുവിശേഷത്തിന് സാക്ഷ്യമായിട്ട് മാറണം. ഒരു പാവപ്പെട്ട ദരിദ്രൻ, അവന് ഒരു നേരം ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാതെ വിഷമിച്ച് കിടക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവനെ സഹായിക്കാതെ നമ്മൾ കുറച്ച് വചനം മാത്രം അവർക്ക് കൊടുത്തിട്ട് പോയാൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രീതികരമാവുകയില്ല. അപ്പോൾ നമ്മൾ ഈ ആധ്യാത്മിക തലങ്ങളിലും ഭൗതിക തലങ്ങളിലും ദൈവത്തിൻ്റെ മനസ്സിന് യോജിച്ച രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയണമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 6-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ എണ്ണമൊക്കെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ശിഷ്യന്മാരുടെ സംഖ്യ വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ ആ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കാർക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. കാരണം ഗ്രീക്ക് വിശ്വാസത്തിലും ഗ്രീക്ക് തലത്തിലും ജീവിച്ചവർ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് കൂട്ടായ്മകളിലൊക്കെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവരെ അവഗണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് കൂട്ടായ്മയിൽ. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം അവരുടെ ഹെബ്രായർക്കാർക്കൊക്കെ ഉള്ളവർക്കെല്ലാം കൊടുക്കുന്നു. പക്ഷേ ഗ്രീക്കുകാരെ വലിയ പരിഗണിക്കുന്നില്ല. അവരുടെ വിധവകളും അവരുടെ പാവപ്പെട്ടവരെയൊക്കെ ശ്രദ്ധിക്കാതെ ഈ ഹെബ്രായർക്കാർ അവർക്കുള്ള സമ്പാദ്യമൊക്കെ അവരുടെ ഇടയിൽ പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അപ്പോസ്തലന്മാർ ഇത് കാണുകയാണ്, തിരിച്ചറിയുകയാണ്. അപ്പോൾ പരാതി ഉയർന്നു. കൂട്ടായ്മയിൽ, പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ, ദൈവവചനത്തിന് യോഗ്യമായിട്ട് ജീവിക്കുന്ന കൂട്ടായ്മകളിൽ ഇങ്ങനെ ഒരു വിഭാഗീയത വന്നു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ ഒരു നിലപാടെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? കാരണം ഇങ്ങനെയുള്ള അനീതി പാടില്ല. അതുകൊണ്ട് നമുക്ക് 7 ഡീക്കന്മാരെ തിരഞ്ഞെടുക്കാം. അനുദിനമുള്ള സഹായ വിതരണത്തിൽ ഇവർ അത് ശ്രദ്ധിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. വചനത്തിനും ദൈവവചന പ്രഘോഷണത്തിൽ അധികമായിട്ട് ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയതിനാലാണ് ഇങ്ങനെയുള്ള തകർച്ച വന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോസ്തലന്മാർ എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിച്ച് ഒരുമിച്ച് കൂടിയിട്ട് അവർ തീരുമാനം എടുക്കുകയാണ്, നമുക്ക് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ, നല്ല ശുശ്രൂഷകൾ, പരസ്നേഹത്തിൻ്റെ ഈ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് 7 ഡീക്കന്മാരെ തിരഞ്ഞെടുക്കാമെന്ന് പറയുന്നു. അവർ പ്രാർത്ഥിച്ചൊരുങ്ങി 7 ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. ഈ 7 ഡീക്കന്മാരിലൂടെയാണ് പിന്നെ അനുദിനമുള്ള പാവപ്പെട്ടവരെ സഹായിക്കുവാനായിട്ടുള്ള ദാനധർമ്മ പ്രവൃത്തികൾ അവർ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, സഭയുടെ ചരിത്രത്തിലുടനീളം നമ്മൾ കടന്നു പോകുമ്പോൾ പാവപ്പെട്ടവരോട് കരുണയും കരുതലും കാണിച്ച വിശുദ്ധരുടെ ഒരു ജീവചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. മൊളോക്കോ താഴ്വരയിൽ കുഷ്ഠരോഗികളുടെ ഇടയിലേക്ക് കടന്നു പോകുവാൻ ഫാദർ ഡാമിയനെ നിർബന്ധിച്ചത് പാവപ്പെട്ടവരോടുള്ള ആ സ്നേഹവും കരുതലുമാണ്. കൽക്കട്ടയിലെ തെരുവോരങ്ങളിൽ ഇറങ്ങി ഈശോയുടെ സ്നേഹത്തോടെ ഇറങ്ങി വന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ മദർ തെരേസയെ പ്രേരിപ്പിച്ചതും പാവപ്പെട്ടവരോടുള്ള മദർ തെരേസയുടെ ആ ഒരു മനോഭാവമാണ് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാക്സിമിലിയൻ കോൾബയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഓഷ്വിറ്റ് തടങ്കൽ പാളയത്തിൽ കിടക്കുമ്പോഴും സഹതടവകൻ്റെ കരച്ചിൽ കേട്ട്, പാവപ്പെട്ട ഒരുവൻ്റെ കരച്ചിൽ കേട്ട് അവന് വേണ്ടി ജീവൻ കൊടുക്കുവാനായിട്ട് മാക്സിമിലിയൻ കോൾബയെ പ്രചോദിപ്പിച്ചതും പാവങ്ങളോടുള്ള ഈ ഒരു പ്രതിബദ്ധതയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 17 പറയുകയാണ്, ദരിദ്രരോട് ദയവ് കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും.
വചനം പഠിപ്പിക്കുകയാണ്. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, ആ കടം അവിടെ നിന്ന് വീട്ടും. മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ പറയുന്നില്ല, ഈ ചെറിയവരിൽ ഒരുവന് നീ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അന്ത്യവിധിയിൽ നമുക്ക് അനുഗ്രഹവും നമുക്ക് കൃപയും സ്വർഗരാജ്യവും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ പാവപ്പെട്ടവരോട് നമ്മൾ കരുതലും സ്നേഹവും അവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവവും നമ്മൾ ഉണ്ടായിരിക്കണം. അത് ചെയ്യുകയും വേണം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 14-ാം അധ്യായം 21 പറയാണ്, പാവപ്പെട്ടവനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ ലോകത്തിലെ ഭാഗ്യവാൻ ആരാണെന്ന് ചോദിച്ചാൽ അവൻ്റെ ജീവിതാവസ്ഥയിൽ നിന്നുകൊണ്ട് പാവപ്പെട്ടവനെ അവൻ സഹായിക്കുമ്പോൾ അവനാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ. അതല്ലാതെ കിട്ടിയതൊക്കെ സമ്പാദിച്ച് സ്വന്തം കാര്യവുമായിട്ട് സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ട് എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തിയല്ല ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഭാഗ്യവാനായിട്ട് കാണുന്നത്. മറിച്ച് ഉള്ളത് പങ്കുവെച്ചുകൊണ്ട് പാവപ്പെട്ടവനെ സഹായിക്കുന്നവനെയാണ് ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ദൈവം കണ്ടുകൊണ്ട് ഭാഗ്യവാനെന്ന് പറയുക. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 5 പറയുക, ദരിദ്രരെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ചുറ്റുപാടുകളിൽ ദാരിദ്ര്യത്തിലും വിഷമതകളിലും കഴിയുന്ന മനുഷ്യരുണ്ട്. അവരെ കാണുമ്പോൾ നമുക്ക് പരിഹസിക്കാൻ പാടില്ല, അവരെ സഹായിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇവരെ ദൈവത്തെയും പഴി പറഞ്ഞ് ഈ ദരിദ്രരെ കളിയാക്കി നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനെതിരായിട്ട് നമ്മൾ നിലപാടെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിലെ 3-ാം അധ്യായം 14 പറയുകയാണ്, അഗതികളെയും ബലഹീനരെയും തകർക്കാൻ ശ്രമിക്കുന്നവരുടെ തല കുന്തം കൊണ്ട് ദൈവം പിളർന്നു കളയും. കാരണം അഗതികളെയും ബലഹീനരെയും തകർക്കുവാൻ ശ്രമിക്കുന്നവരുടെ തല കുന്തം കൊണ്ട് ദൈവം പിളർന്നു കളയും. അനാഥരോടും വിധവകളോടും ദരിദ്രരോടും നിരാലംബരോടും ഒരുവൻ ചെയ്യുന്ന നിലപാടുകൾ അത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 31-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുകയാണ്, നീതിപൂർവം വിധിക്കുവാനും ദരിദ്രരുടെയും അഗതികളുടെയും അവകാശങ്ങൾ പരിരക്ഷിക്കുവാനും വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുക. നിനക്കൊരു അധികാരമുണ്ടെങ്കിൽ, നിനക്കിന്ന് പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ സുഖസൗകര്യങ്ങളുണ്ടെങ്കിൽ അത് ദരിദ്രരെയും പീഡിതരെയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് നീ അത് ഉപയോഗിക്കണമെന്ന് പറയുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 29:14 പറയുക, ദരിദ്രർക്ക് നീതി ഉറപ്പുവരുത്തുന്ന രാജാവിൻ്റെ സിംഹാസനം എന്നും ഉറച്ചു നിൽക്കും. ഈ ദിനത്തിൽ ദൈവസന്നിധിയിൽ നമ്മൾ വ്യാപരിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ബന്ധപ്പെടുന്ന ഇടപെടലുകളിൽ, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ, ശുശ്രൂഷ മേഖലകളിൽ പാവപ്പെട്ടവരെയും ദരിദ്രരെയും നമ്മൾ കരുതുന്നവരായിട്ട് മാറാം. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് ഈ ദിനത്തിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദരിദ്രരോട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തോട് എടുക്കുന്ന നിലപാടുകളാണ്. ഈ ഭൂമി ഉള്ളിടത്തോളം കാലം ദൈവം ദരിദ്രരെ ഈ ഭൂമിയിൽ നിലനിർത്തുമെന്ന് വചനത്തിലൂടെ ദൈവം പഠിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മളിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഇവരുടെ കരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവിധം അതിലൂടെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം ദരിദ്രരെ ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദാരിദ്ര്യം അത് ദൈവം കാണാതെ പോകുന്നത് കൊണ്ടല്ല, ദരിദ്രരെ ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത് ദൈവം കരുണയില്ലാത്തവൻ ആയതുകൊണ്ടല്ല, അവരെ സംരക്ഷിക്കുവാനും പരിചരിക്കുവാനും അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം കൊടുക്കുവാനും ദൈവം അനേകരെ ഈ ഭൂമിയിൽ നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പഠിപ്പിച്ചത് ദരിദ്രരോടും അനാഥരോടും വിധവകളോടും പരിഗണന പുലർത്തുക. കാരുണ്യവാനായ ദൈവമേ, പലപ്പോഴും ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, ഞങ്ങൾക്ക് ലഭിച്ച താലന്തുകൾ പാവപ്പെട്ടവരെയും ബലഹീനരെയും മറന്ന് സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച് നിൻ്റെ നാമത്തെ, നിൻ്റെ മഹത്വത്തെ ഞങ്ങൾ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ദിനത്തിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പീഡിതരോടും ദരിദ്രരോടും ബലഹീനരോടും കരുതലും സ്നേഹവും പുലർത്തി നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിക്കുന്ന സാക്ഷികളാക്കി ഞങ്ങളെയും മാറ്റണമേ. ദരിദ്രരോട് പക്ഷം ചേരുന്ന നല്ല ദൈവമേ, ദരിദ്രരെ സ്നേഹിക്കുവാനും അവരിലൂടെ നിൻ്റെ മുഖം ദർശിക്കുവാനും ആവശ്യമായ കൃപാവരങ്ങൾ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.